ഭഗവാൻ ശിവന്റെ ത്രിശൂലത്തിന്റെ കഥ നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. വളരെ കാലം മുമ്പ് പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ ദുർബലമായപ്പോൾ ദേവന്മാർ ഐക്യം നിലനിർത്താനുള്ള വഴികൾ തേടുമ്പോൾ ശക്തമായ ഒരു ശക്തി ദുരിതം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. സൂര്യദേവനായ സൂര്യൻ അതിശക്തമായ ചൂടോടെ പ്രസരിച്ചുകൊണ്ടിരുന്നു. അത് ലോകങ്ങളെ ചുട്ടുകളയാൻ തുടങ്ങി. സൃഷ്ടിയെക്കുറിച്ച് ആശാങ്കുലരായ ദേവന്മാർ ഒരു പരിഹാരത്തിനായി സ്വർഗീയ ശില്പിയായ വിശ്വകർമാവിനെ സമീപിച്ചു. വിശ്വകർമാവ് സൂര്യനോട് അഭ്യർത്ഥിച്ചു, ഹേ തേജസ്സുള്ളവനെ, നിന്റെ തേജസ് അതിശക്തമാണ്. സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ദിവ്യ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ നിന്റെ ഊർജത്തിന്റെ ഒരു ഭാഗം എടുക്കാൻ എന്നെ അനുവദിക്കൂ. അവരുടെ ഉത്കണ്ഠയിൽ പ്രചോദിതനായ സൂര്യൻ സമ്മതിച്ചു. വേർതിരിച്ചെടുത്ത സൗരസത്ത് ഉപയോഗിച്ച് വിശ്വകർമാവ് 3 ശക്തമായ വസ്തുക്കൾ നിർമ്മിച്ചു. ഭഗവാൻ വിഷ്ണുവിനുള്ള സുദർശന ചക്രം, കുബേരനുള്ള പുഷ്പവിമാനം, ഭഗവാൻ ശിവനുള്ള ത്രിശൂലം. ത്രിശൂലം വെറും ഒരു ആയുധമായിരുന്നില്ല. അതിലെ 3 വാലുകൾ മറ്റൊന്നും ഒരു അടിസ്ഥാന ശക്തിയെ പ്രതീകപ്പെടുത്തി. സൃഷ്ടി, സംരക്ഷണം, നാശം, അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഭൂതകാലം, വർത്തമാനം, ഭാവി. വിശ്വകർമാവ് ത്രിശൂലം ശിവന് സമ്മാനിച്ചപ്പോൾ പ്രപഞ്ചം വിറച്ചു. ഭയത്താലല്ല, മറിച്ച് വിസ്മയത്താലാണ്. ആയുധം ശിവന്റെ സത്തയിൽ തന്നെ ലയിച്ചു. അത് അതിന്റെ ദിവ്യ ഇച്ഛയിൽ ഒരു വിപുലീകരണമായി. ലോകത്തിനും ഊർജത്തിനും നിലനിൽപ്പിനും മേലുള്ള അവന്റെ പണ്ഡിതത്തിന്റെ പ്രതീകമായി മാറി. ആ നിമിഷം മുതൽ ത്രിശൂലം ശിവന്റെ സന്തത സഹചാരിയായിരുന്നു. അതുപയോഗിച്ച് അവൻ തിന്മയെ നശിപ്പിക്കുകയും നീതിയെ ഉയർത്തിപ്പിടിക്കുകയും തന്റെ പ്രപഞ്ച നൃത്തത്തിലൂടെ, താണ്ഡവത്തിലൂടെ പ്രപഞ്ചത്തിന്റെ താളം നിലനിർത്തുകയും ചെയ്യും.